കൽക്കാജി, അതായത് ഡൽഹി മുഖ്യമന്ത്രി അതീഷ് സിംഗ് മത്സരിക്കുന്ന കൽക്കാജിയിൽ അവിടെ അതീഷ് ലീഡ് ചെയ്യുന്നില്ല, ട്രെയിൽ ചെയ്യുകയാണ് ഇപ്പോഴും, പിന്നിലാണ് അതീഷ്, പിന്നിലാണ് ഇപ്പോഴും. അവിടെയാണ് ബിജെപിയുടെ ലീഡ് ഇപ്പോഴും തുടരുന്നത്. കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു. കപിൽ മിശ്രയ്ക്ക് ഇത്തവണ സിറ്റിംഗ് MLA മാറ്റിക്കൊണ്ടാണ് അവിടെ സീറ്റ് നൽകിയത്. അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കപിൽ മിശ്ര ഏതായാലും ബിജെപിയുടെ ശക്തി കേന്ദ്രമാണ്, സിറ്റിംഗ് സീറ്റാണ്. അതിന് 12-8 ആയിരിക്കുകയാണ്. 12-8-ൽ 8 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുമ്പോൾ ആകെ 12 സീറ്റുകളിലായി ലീഡ് മാറിയിരിക്കുകയാണ്. അങ്ങനെ 21 സീറ്റുകളിലെ ആദ്യ സൂചന വരുന്നു. 70 സീറ്റുകളിൽ 21 സീറ്റുകളിലെ സൂചന വരുമ്പോഴാണ് 12-8-1 എന്നുള്ളത് വരുന്നത്. അതായത് ആദ്യ സൂചന. ഇതൊക്കെ 2015-ലും 20-ലും ഇവിടെയൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഒറ്റയാൾ മുന്നേറ്റമാണെന്ന് കണ്ടിരുന്നത്. 13ആയി. ഒന്നുകൂടി അപ്ഡേറ്റ് ആകുന്നു. 22 മണ്ഡലങ്ങളുടെ ലീഡ് നില പുറത്തു വരുന്നുണ്ട്. 13 ആയില്ലേ? ബിജെപി 13. അതാണ് ചിത്രം. അവിടെ ബിജെപി ഒരു സീറ്റിൽ കൂടെ ലീഡ് ചെയ്യുന്നു എന്നാണ് ചിത്രം. രജീന്ദർ നഗർ എന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ ബിജെപി വീണ്ടും ലീഡ് നേടുന്നത്. ഇപ്പോൾ ചിത്രം 22 ഇടങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ ബിജെപിക്ക് വലിയ ആധിപത്യം. ഇപ്പോൾ 13-8 എന്ന് പറയുമ്പോൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന് പറയാൻ പറ്റും. എങ്കിൽ പോലും ഈ 13 ബിജെപിക്ക് എന്ന് പറയുന്നത് 9 ഇടത്തും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് രാകേഷ്, അല്ലേ? മാത്രമല്ല അവർ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറകിലാണെന്ന് ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അതൊരു ട്രെൻഡായി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിഫലിക്കുന്നത് പ്രമുഖ നേതാക്കളിലേക്കായിരിക്കും. അതിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കേജ്രിവാൾ പോലും പിന്നിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ അവസാനം അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ പോലും തുടക്ക സമയത്ത് അരവിന്ദ് കേജ്രിവാൾ പിന്നിലാണ്. പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു. ബിജെപിയുടെ പർവേഷ് വർമ്മ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. 13-8-1. ഓഖ്ല മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അമാനത്തുള്ള ഖാൻ അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഓഖ്ലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ AM മത്സരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ വോട്ട് കട്ടറായി മാറുമോ AM എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി രോഹിണിയിലും ബിജെപിയുടെ ലീഡാണ് ഇപ്പോൾ, അല്ലേ? രോഹിണിയിൽ വിജേന്ദർ ഗുപ്ത ലീഡ് ചെയ്യുന്നു. ബിജെപിയുടെ സംസ്ഥാനത്ത് തന്നെ ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. നിലവിൽ സിറ്റിംഗ് MLA ആണ്. ഏതായാലും ആ ലീഡ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിജേന്ദർ ഗുപ്തയ്ക്ക് തുടരാൻ കഴിയുന്നുണ്ട്. ഡൽഹിയിൽ ബിജെപിക്ക് ഒരു മുഖ്യമന്ത്രി മുഖമില്ല എങ്കിൽ പോലും പ്രമുഖരായ നേതാക്കളെല്ലാം ഇല്ലേ പ്രചാരണത്തിൽ പ്രമുഖരായത്, പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 13ആയി ബിജെപിയുടെ ലീഡ് നില കൂടിയിട്ടുണ്ട്. 8 ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 13-ൽ 9 ഇടത്തും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിലാണ് ബിജെപി ലീഡ് ചെയ്യുന്നത് എന്നതാണ് ഈ തുടക്ക സമയത്തെ ഒരു ട്രെൻഡിന്റെ സൂചനയിലേക്കാണോ വരുന്നത് എന്നത് ഇല്ലേ ആ ഒരു വിലയിരുത്തലിലേക്ക് വരാൻ കാരണം ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കേജ്രിവാൾ പിന്നിൽ, അതീഷ് പിന്നിൽ, മനീഷ് സിസോദിയ, 3 പ്രമുഖരായ നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ 3 പ്രമുഖ നേതാക്കളും പിന്നിട്ട് നിൽക്കുകയാണ്. ബിജെപി ഇപ്പോഴും 13 സീറ്റുകളിൽ ലീഡ് നില അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ പ്രദേശം തിരിച്ചുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലാണ് 6 സീറ്റുകളിലെ ലീഡ് വന്നിട്ടുള്ളത്. അവിടെ ബിജെപിയും ആം ആദ്മി പാർട്ടിയും 3-3 ബിജെപി 14 സീറ്റുകളിൽ 14 ഉയർന്നു, അല്ലെ? ബിജെപി 14, ആം ആദ്മി പാർട്ടി 8, കോൺഗ്രസ് 1. ഇതാണ് നിലവിലെ കണക്ക്. 23 മണ്ഡലങ്ങളിലെ പല സൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 8, ബിജെപി 14, കോൺഗ്രസ് 1. ഏതാണ്ട് ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ആം ആദ്മി പാർട്ടിയേക്കാൾ ഏതാണ്ട് ഇരട്ടി സീറ്റ്, 15 സീറ്റായി. 15 ബിജെപി, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. ബിജെപിക്ക് 15 സീറ്റിൽ ലീഡ്, 13 അല്ല 15 സീറ്റുകളിലാണ് ബിജെപിയുടെ ലീഡ്. 15 സീറ്റിൽ ലീഡ്, 8 ആം ആദ്മി പാർട്ടി, 1 കോൺഗ്രസ് എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ കഴിഞ്ഞു. തപാൽ വോട്ടുകളല്ല, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുത്തപ്പോഴാണ് ബിജെപി ഇപ്പോൾ 16 സീറ്റുകളിൽ ലീഡ്, 8 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. 17ആയി ഉയർന്നു. പെട്ടെന്ന് ഫിഗർ മാറുകയാണ്. മധ്യവർഗം ആം ആദ്മി പാർട്ടിയെ കൈവിട്ടോ. ബിജെപി 17, ആം ആദ്മി പാർട്ടി 8, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. അതിലിപ്പോൾ 12 സീറ്റും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ബിജെപി ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 18ആയി എത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18-8-1 ഇല്ലേ? പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. കോൺഗ്രസ് ലീഡ്, സിസോദിയ പിന്നിൽ, കേജ്രിവാൾ പിന്നിൽ, അതീഷ് പിന്നിൽ. 18-8-1 എന്നുള്ളതാണ് എടുക്കാൻ കഴിയും എന്നാണ് തോന്നുന്നു. കാരണം തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. സ്വാഭാവികമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഏതാണ്ട് ആം ആദ്മി പാർട്ടിയേക്കാൾ ഇരട്ടി സീറ്റ് ബിജെപിക്കുണ്ട്. 18 സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 8 സീറ്റ്, കോൺഗ്രസ് 1 സീറ്റ്. 27 സീറ്റുകളുടെ പല സൂചനകൾ വരുമ്പോഴുള്ള സാഹചര്യമാണിത്. ആം ആദ്മി പാർട്ടി 8, ബിജെപി 18, കോൺഗ്രസ് 1 എന്നാണ് നിലവിലെ കണക്കുകൾ. 18-8-1 തുടരുകയാണ്. ഇപ്പോഴും 18 സീറ്റ് എന്ന് പറയുമ്പോൾ 14 ആം ആദ്മി പാർട്ടി 19ആയി ഉയർന്നു. 19-8-1 എന്നുള്ളതാണ്. അതിൽ 19 എന്ന് പറയുമ്പോൾ 14 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് രാകേഷ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്, അല്ലേ?
അതെ, ആം ആദ്മി പാർട്ടിയുടെ കാരണം 8 സീറ്റ് മാത്രമാണ് BJP ഉണ്ടായിരുന്നത്. അതിൽ ലക്ഷ്മി നഗർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ എല്ലാ സീറ്റുകളും അവർ ഇപ്പോൾ പുറത്തു വന്നതനുസരിച്ച് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പല സീറ്റുകളിലേക്കും കടന്നു കയറാൻ, പ്രത്യേകിച്ച് ന്യൂഡൽഹിയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു 29 സീറ്റുകളിലെ സൂചന വരുമ്പോൾ 20-8-1 BJP 20, ആം ആദ്മി പാർട്ടി 8-1 കോൺഗ്രസ്. ഇപ്പോഴും ഡൽഹി PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുകയാണ് അല്ലെ ദേവേന്ദ്ര യാദവ് അല്ലെ? അതെ, കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയാലും ബോണസ് ആണ്. കാരണം കഴിഞ്ഞ 2 തവണയും സീറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സീറ്റിൽ ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 29 മണ്ഡലങ്ങളിലെ കണക്കുകൾ, 31 മണ്ഡലങ്ങളിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ BJP 20, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. അതായത് BJPക്ക് 20 സീറ്റ് നിലവിലുണ്ട്, ആം ആദ്മി പാർട്ടി 10 സീറ്റുകൾ ഒതുങ്ങുമ്പോൾ ഇത് കൃത്യമായി തപാൽ വോട്ട് അല്ലേ? ഇത് തപാൽ വോട്ടിന്റെ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് BJPയുടെ ലീഡ് 20 ഉയർന്നിരിക്കുകയാണല്ലേ? 20-10-1 എന്നുള്ളതാണ്. ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, അതീഷ് പിന്നിലാണ്. 3 പ്രമുഖരായ നേതാക്കൾ ഇപ്പോഴും പിന്നിലാണ്. 20-10-1 എന്ന് പറയുമ്പോൾ അതിൽ 20-15 ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. 21 ഉയർന്നിരിക്കുകയാണ്. 10-1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. 22 സീറ്റുകളുടെ പല സൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ BJP 21, ആം ആദ്മി പാർട്ടി 10, കോൺഗ്രസ് 1. ഇതൊരു ട്രെൻഡായി കണക്കാക്കാമെന്ന് തോന്നുന്നു. അത് ഏതാണ്ട് പകുതിയോളം സീറ്റുകളിലെ സൂചന വരികയാണ്. 70-ൽ 32 ലീഡ് നില ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിലാണ് 21 സീറ്റുകളായിട്ട് BJPയുടെ ലീഡ് കൂടിയിരിക്കുന്ന. ആം ആദ്മി പാർട്ടി 10, ഒരു സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ഇപ്പോഴും പ്രമുഖരായ BJP നേതാക്കളെല്ലാം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മന്ത്രിമാർ പോലും, മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ പിന്നിട്ട് നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. ഇപ്പോഴും അപ്ഡേറ്റ് ആണ്. ന്യൂഡൽഹി മണ്ഡലത്തിലെ സൂചനകൾ ഓരോ നിമിഷവും പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂഡൽഹി മണ്ഡലം, രാജ്യം ഉറ്റുനോക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. അവിടെ പർവേഷ് വർമ്മ, BJPയുടെ പർവേഷ് വർമ്മ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 21-10-1 എന്നായിട്ട് കൗണ്ട് മാറിയിരിക്കുകയാണ്. 21 സീറ്റിൽ BJP, 10 സീറ്റിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. 21-10-1 32 സീറ്റുകളുടെ ഫലസൂചനകളാണ് ഇപ്പോൾ ആദ്യ 32 മിനിറ്റ് വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ 32 മിനിറ്റുകൾ പിന്നിടുമ്പോൾ പുറത്തു വരുന്നത്. അതിൽ ആം ആദ്മി പാർട്ടി 10, BJP 21, മോത്തി നഗർ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ആണല്ലോ. അവിടെ ഇപ്പോൾ BJP ലീഡ് ചെയ്യുകയാണ് അല്ലെ? അതെ, മോത്തി നഗർ ന്യൂഡൽഹി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റ്, അവിടെയും BJP ലീഡ് ചെയ്യുന്നു. ജൻപുരയിൽ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. രമേശ് ബിദൂടി കൽക്കാജിയിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന് നിലവിൽ ലീഡുള്ള മണ്ഡലം എന്ന് പറയുന്നത് ബാദ്രിയാണ്. അവിടെ ദേവേന്ദ്ര യാദവ് PCC അധ്യക്ഷനാണ്, അദ്ദേഹം ലീഡ് ചെയ്യുന്നു. പാലം മണ്ഡലത്തിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ BJP ലീഡ് ചെയ്യുന്നു. സദർ ബസാർ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ BJP ലീഡ് ചെയ്യുന്നു. 22 BJPയുടെ ലീഡ്. 10 ആം ആദ്മി പാർട്ടി, 1 സീറ്റിലാണ് കോൺഗ്രസ്. അതിൽ BJP പ്ലസ് എന്ന് പറയുന്നത് 19 സീറ്റുകൾ അല്ലേ? 18 സീറ്റുകൾ BJPക്ക് പ്ലസ് ആണ്. ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് 18. അവിടെയാണ് 22 സീറ്റുകൾ BJP ലീഡ് ചെയ്യുന്നത്. 4 സിറ്റിംഗ് സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. അങ്ങനെ 22-10-1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും കൽക്കാജിയിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് അതീഷ് മത്സരിക്കുന്നു. അവിടെ BJP ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതായത് കൽക്കാജി, അതുപോലെ തന്നെ ന്യൂഡൽഹി, അതുപോലെ ജൻപുര, ഈ 3 VVIP മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും BJP എന്നുള്ളതാണ്.